നമസ്കാരം. കരുതലോണവും സദ്യക്കൂട്ടിൽ ഇന്ന് നമുക്ക് ആശ വീണ്ടും വന്നേക്കുവാണ്. നല്ലൊരു വിഭവമായി നല്ല മധുരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടായിരിക്കാം. നല്ല മധുരത്തിലാണ്. അപ്പോൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? അടപ്പായസം. ഒത്തിരി പണിയുണ്ട് കേട്ടോ അടപ്പായസത്തിന്. അപ്പം ഞങ്ങൾ ഏകദേശം പണിയൊക്കെ ഒരു ഇതും തീർത്ത് വെച്ചേക്കുവാണ് അല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്തൊക്കെയാണ് അടപ്പായസത്തിന് വേണ്ട സാധനങ്ങൾ? 300 ഗ്രാം അട വേവിച്ചത്, 800 ഗ്രാം ശർക്കര, 200 ഗ്രാം ചൗരി വെന്തത്, 2 തേങ്ങയുടെ പാൽ, നെയ്യ്, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, പൊടിച്ച ചുക്കും ഏലക്കായി. നമുക്ക് തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. അപ്പം അടുപ്പ് കത്തിക്കുകയാണേ. പായസത്തിനുള്ള ഉരുളി അടുപ്പിൽ കയറി. എല്ലാവരും ഓണത്തിരക്കാണെന്നറിയാം, എങ്കിലും ഇതൊന്നും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. ഇത് എൻ്റെ മാത്രം സ്റ്റൈലാണ്. അതെ, ഇത് ആശയുടെ മാത്രം സ്റ്റൈലാണ്. ഇങ്ങനെയാണോ അടപ്പായസം ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ എനിക്കറിയില്ല. അല്ല, അത് നമുക്ക് ഏതാണ് സൗകര്യപ്രദം എന്നുള്ള രീതിയിലാണ്. വീട്ടില് അമ്മ, ഞാൻ കല്യാണം കഴിച്ചു വന്നപ്പം ഏറ്റവും ടേസ്റ്റി ആയിട്ട് അടപ്പായസം ഉണ്ടാക്കുന്ന എൻ്റെ സിസ്റ്ററിലായിരുന്നു. അപ്പം അയാളിൽ നിന്ന് ഞാൻ പഠിച്ച കുറെ കാര്യങ്ങളാണ് ഇവിടെ. അല്ലാതെ ഇത് യൂട്യൂബ് ആശ്രയിച്ചിട്ടുള്ള അടപ്പായസം അല്ല. ഇപ്പൊ എന്ന് പറയാം ട്രെൻഡാണ്. നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുന്ന യൂട്യൂബിൽ നോക്കിയാൽ പോരെ. അല്പം നെയ്യ് ഒഴിച്ച്. അടപ്പായസത്തിന് പൊതുവെ നെയ്യ് കുറവാണ്. ശർക്കര സാധാരണ ഉരുക്കിയാണ് എടുക്കുന്നത്. ഞാൻ ഉരുക്കുന്നില്ല. അതാ ഞാൻ ചോദിക്കാൻ തന്നത്. ഇത് ശർക്കര പൊടിയല്ലേ? നമുക്ക് കിട്ടുമോ ഇത്? തീർച്ചയായിട്ടും. എവിടെയാ വാങ്ങിക്കാൻ കിട്ടുന്നത്? എല്ലാ സൂപ്പർ മാർക്കറ്റിലുണ്ട്. അപ്പൊ അത് എളുപ്പമാണ് കുറച്ചുകൂടെ അല്ലേ പൊടി? തീർച്ചയായിട്ടും. അപ്പോഴേ ഇത് നമുക്ക് വേറെ വെള്ളത്തിലൊന്നും ഇതാക്കണ്ട, വഴറ്റിയെടുക്കുവാണ് നെയ്ക്കകത്തിട്ടല്ലേ. ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചിട്ട് ശർക്കര വഴറ്റണം. ശർക്കര ഒന്ന് മെൽറ്റായി വരാനാണ്, കാരമലൈസ്ഡ് ആകുന്ന ഒരവസ്ഥ. അതാ ഇന്നാള് നമ്മള് പരിപ്പ് പായസം, ചെറുപയർ പരിപ്പ് പായസം വെച്ചിട്ട് അപ്പോഴിതുപോലെ നമ്മള് വെള്ളം ഒഴിക്കാതെയാണ്, വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാല് അതുപോലെ തിളക്കണ്ട. നമുക്കൊരല്പം വെള്ളം വേണം അല്ലേ? ഒരല്പം, അല്ലെങ്കിൽ ഇത് ഇതുപോലെ ഒരു അല്പം ഒഴിച്ചേക്കും. അത്ര കാരണം ഇത് ഭയങ്കര തിളച്ചു കഴിഞ്ഞാൽ അത് പാനിയായി പോകും, കട്ടിയായി പോകും. എല്ലാവർക്കും എളുപ്പമാണ്. ഈ പൊടി ശർക്കരപ്പൊടി വാങ്ങിച്ച് ചെയ്യുവാണെങ്കിൽ ഇത് പെട്ടെന്ന്. ഒന്നാമത് ഇത് ഒത്തിരി ജോലിയുള്ളൊരു സംഭവമാണ് അല്ലേ അടപ്പായസം. എല്ലാവർക്കും പ്രശ്നം ഈ അട വേവിച്ച് വെക്കുമ്പം അത് ഒട്ടിപ്പോവോ അങ്ങനെയൊക്കെയാണ്. അപ്പൊ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? ഞാൻ അട കുക്കറിൽ ആണ് അട സാധാരണ വേവിക്കുന്നത്. അട നമ്മുടെ ബർമസലി വറുത്തെടുക്കുന്നതിനൊക്കെ വളരെ സ്ലൈറ്റ് ആയിട്ട് നെയ്യിൽ ഞാനൊന്ന് വറുത്തെടുക്കും. എന്നിട്ട് വെള്ളം ഒഴിച്ച് വിസിൽ വരത്തില്ല, പക്ഷെ അതിന് മുമ്പ് തീ ഓഫ് ചെയ്ത് ഒട്ടാതെ തന്നെ കിട്ടും. ഇത് കണ്ട് ഏകദേശം നന്നായിട്ടൊന്ന് മെൽറ്റായി തുടങ്ങി അല്ലേ. അടയും പാൽപ്പായസമാണ്. ഇപ്പൊ 3 തരം 4 തരം പായസം ഒക്കെ ഉണ്ട്. ഏത് വേണമെങ്കിലും വെക്കാം അല്ലേ? തീർച്ചയായിട്ടും. എങ്കിലും ഇത് രണ്ടും ഇല്ലാത്തൊരു സദ്യ. വെള്ളം ഒഴിച്ചിട്ടുണ്ടോ? പാൽപ്പായസവും അടപ്പായസവും ഇല്ലാത്തൊരു സദ്യ മലയാളി ചിന്തിക്കാൻ പറ്റത്തില്ല. ഇല്ല. വേറെ ഇനി എന്തൊക്കെ വെറൈറ്റി ആണെങ്കിലും ഇത് രണ്ടും ആണെങ്കിലും സദ്യ പൂർണ്ണമാവത്തുള്ളൂ. കാരണം ലാസ്റ്റ് എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്ന സദ്യയില് ഇത് പായസം ആണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ പായസം കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കുന്നവർ വളരെ കുറവാണ്. കാരണം സദ്യ ഫിനിഷ് ആകണമെങ്കിൽ നമ്മുടെ മോരും കൂട്ടിയും കൂടെ കഴിക്കണം. പക്ഷെ അതിനാരും പൊതുവെ ഞാൻ കണ്ടിട്ടുണ്ട്, ആരും ഞാൻ ഉൾപ്പെടെ. സദ്യ പൂർണ്ണമാണെങ്കിൽ നമ്മൾ കുറച്ച് മോര് കയ്യിൽ ഞാൻ ഉൾപ്പെടെ അതിന് വെയിറ്റ് ചെയ്യാറില്ല. അല്ല, ശർക്കര മെൽറ്റ് ആയി കഴിഞ്ഞ് ഈ ശർക്കര ഈ പൗഡർ കിട്ടാത്തവർക്ക് ശർക്കര ഉരുക്കി എടുത്ത് അരിച്ച് ഇങ്ങനെ ആക്കിയിട്ട് പാനി ഇച്ചിരി കുറുക്കിയെടുക്കണം ഇതിന് അല്ലേ. അതിലേക്ക് നമ്മൾ ഈ വെന്ത് വെച്ച അട ചേർക്കുകയാണ്. അടപ്പായസത്തിന്റെ ഏറ്റവും വലിയ ക്രിട്ടിക്കൽ ടൈം ഇതാണ്. കാരണം ഇത് ഇളക്കി ഇതിനെ കറക്റ്റ് പരുവത്തിലാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. നമ്മള് തിരുവനന്തപുരത്തൊട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വരട്ടി എടുക്കുക എന്ന് പറയും.
അടയെ ശർക്കരയിൽ വരട്ടിയെടുക്കണം. ഇപ്പൊ കണ്ടത് വെള്ളമായത്, നമ്മൾ വെള്ളം ഒഴിച്ചില്ല ശർക്കരയിൽ, എന്നിട്ടും വെള്ളമാവും. ഈ ആ ഒരു പരിവൊക്കെ നോക്കിയെടുക്കും. കാരണം പണ്ട് അലുവ കിണ്ടുന്ന കണക്ക് ഇതിന് നിക്കണം, കൈ മാറാതെ അല്ലേ ഇളക്കി ഇളക്കിയെടുക്കണം. വീട്ടമ്മമാരെല്ലാം ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. ഇത് ഏകദേശം ഒരു വരണ്ട പരുവമായി. കണ്ട കളറൊക്കെ മാറി, അടക്കി ഇങ്ങനെ വിട്ടു വരുന്നല്ലേ, അടക്കി ശർക്കരയുടെ കളറായി. എന്താ ഇതാണ് ഇതിന്റെ പരുവം. കാരണം അട കറക്റ്റായിട്ട് ശർക്കരയുടെ മധുരം പിടിച്ചു എന്നറിയുന്നത് ആ അടയും ശർക്കരയും ഒറ്റ കളറിലോട്ട് എത്തണം. ഓക്കെ ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ചേർക്കാൻ നല്ല ഡാർക്ക് കളറാ അല്ലേ. അടുത്ത എന്തോ ചേർക്കുന്നത്? ചൗരി. ചൗരി വേവിച്ച് വെച്ചേക്കുന്നത് അല്ലേ. അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ ചൗരിയുടെ വേവ് എത്രയാ നമ്മള് കുക്കറിൽ ഇട്ട് കഴിഞ്ഞാല്? ഞാൻ ചിലപ്പോ പായസത്തിൽ ഡയറക്റ്റ് വെള്ളം ഇങ്ങോട്ട് വേവിച്ച് അങ്ങ് എടുക്കത്തേ ഉള്ളൂ. വെള്ളത്തിൽ പെട്ടെന്ന് വേവും. ചില സമയത്ത് ഈ അട ജസ്റ്റ് ഒന്ന് നെയ്ക്കകത്തൊന്ന് ആക്കിയിട്ട് കുക്കറിൽ അതും വിസിലൊന്നും വരത്തില്ല, ആ ആവി തന്നെ ഇരിക്കും. നമുക്ക് കട്ട കുത്തത്തില്ല. നമുക്ക് ആ ഒന്നോടൊന്ന് തട്ടത്തൊക്കെ ഇപ്പൊ തന്നെ കണ്ടോ മണി പോലെ ഇരിക്കുന്നത്. കുക്കറിൽ തന്നെയാണോ വിസിൽ വെയിറ്റ് ഇടും, പക്ഷെ അത് കട്ട കിട്ടിയ ഭയങ്കര പാടല്ലേ അല്ലേ. പക്ഷെ അത് നമ്മള് അപ്പത്തെ കൊച്ച ഒരു നമ്മുടെ പായസത്തിന്റെ എല്ലാം അടുപ്പിക്കുന്ന സമയത്ത് തന്നെ ഇതെല്ലാം ആക്കിയാൽ നമുക്ക് ഇതൊന്നും തമ്മിലൊട്ടാതെ ആ ചൂടോട് തന്നെ എല്ലാം കിട്ടും. ഇത് വെച്ചിരുന്ന സെറ്റ് ആവും. ഓണത്തിന് എത്ര തരം പായസം വയ്ക്കുന്നത്? സദ്യ ഉണ്ടാക്കിയാണെങ്കിൽ 3 ടൈപ്പ്. ഉണ്ടാക്കിയാണെങ്കിൽ ഇല്ല, അങ്ങനല്ല. ഇന്ന് ഈ പ്രാവശ്യം ഒരു വീട്ടിലാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഈ പ്രാവശ്യം അമ്മയുടെ കൂടെയാണ്. അപ്പം അതുപോലൊരു കാര്യം പറയാനുണ്ട്. അലക്സിന്റെ ബർത്ത്ഡേ ആണ് സെപ്റ്റംബർ 5. അലക്സിന്റെ ഫേവറേറ്റ് പായസം ഇത്. അതാണ് വൈഫ് അലക്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. കരുതലോണവും സദ്യക്കൂട്ടിന്റെ ഞങ്ങളുടെ കരുതലിന്റെ എല്ലാ ജന്മദിനാശംസകളും നേരുന്നു അഡ്വാൻസ്. എനിക്ക് തോന്നുന്നു ഞങ്ങളായിരിക്കും ആദ്യമായിട്ട് തീർച്ചയായിട്ടും ആശംസകൾ പറഞ്ഞത്. അപ്പൊ എല്ലാവിധ ഭാവങ്ങളും എല്ലാ ഉയർച്ചകളും ഒക്കെ ഉണ്ടാവട്ടെ, പ്രാർത്ഥനയും. ഇതിന് ശേഷം നമ്മൾ 2ാം പാല് ചേർക്കുകയാണേ. ഓക്കെ. ഇത് ഇരിക്കുമ്പം കട്ടിയാവൂല അല്ലേ? ചൗരിയൊക്കെ ഉണ്ടോണ്ട് ചിലപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാവും. എന്റെ ക്ഷമ നശിച്ചു. ഇനി തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം. 2ാം പാല് ഒഴിച്ചതാ, ഒന്ന് തള വന്നാൽ മതി. 2ാം പാൽ ഒഴിച്ചു. നമ്മുടെ പായസം ഏകദേശം ഫൈനൽ സ്റ്റേജിലോട്ട് ആയിക്കൊണ്ടിരിക്കുക. ആകെ ഈ ശർക്കരക്കകത്ത് അട ഒരു വരട്ടി വരുന്ന അത്രയും ടൈമേ ഉള്ളൂ. അത് പക്ഷേ ഒരു പ്രൊസീജിയർ തീർച്ചയായിട്ടും അല്ലേ. അത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു സംഭവമാണ്. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആകും. എല്ലാരും ആസ്വദിച്ച് എൻജോയ് ചെയ്ത് കുക്ക് ചെയ്താൽ എല്ലാം ക്ഷീണമാ. ഇന്നത്തെ തലമുറക്ക് ഇല്ലാത്തതാണ്. ചിലവർ ചോദിക്കാറില്ലേ എല്ലാം എങ്ങനെ എല്ലാം പിന്നെ എക്സ്പീരിയൻസ്. അതെ, ഞാൻ ഇടയ്ക്ക് പറയാൻ ഒരു ഇഷ്ടം ഉണ്ടാവണം പാചകം. തീർച്ചയായും അത് ആ ഒരു ഇഷ്ടത്തോടു കൂടി ചെയ്താല് എന്തൊരു ചെറിയ കാര്യമാണെങ്കിലും അതിന് ടേസ്റ്റോടുകൂടി അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കിട്ടത്തില്ല. ആ ഒരു ചിലവരൊന്നും ഉണ്ടാക്കത്തില്ല, ചില ആൾക്കാർ അങ്ങനെ വെക്കാനുള്ള പാട് കാരണം അത് പറ്റില്ല. അപ്പം നമുക്ക് 2ാം പാൽ ഒഴിക്കാം. ഇതിനി ഇത് മാത്രല്ലേ ഉള്ളൂ. രണ്ടാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തിളയ്ക്കാമോ? 1ാം പാല് അല്ല, 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളയ്ക്കണ്ട, പക്ഷെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അതോടെ തന്നെ നമ്മൾ ഫ്ലേവറിന് വേണ്ടി ചുക്കും ഏലക്കയും കൂടെ പൊടിച്ചതാണേ. നമ്മളൊരു ടിപ്പ് പറഞ്ഞായിരുന്നു നാളെ, ഏലക്ക പഞ്ചസാരയും കൂടി ഇട്ടിട്ട്. ഇത്ര മതി.
കാരണം നമ്മൾ ഇതിന്റെ ഇതായിട്ടാണ് ഈ ചുക്ക് എന്ന് പറയുന്ന ഈ പായസത്തിന്റെ പ്രധാനം ആ ഒരു മണം അല്ലേ? തീർച്ചയായിട്ടും. തീ ഓഫ് ചെയ്തു. അല്ലെങ്കിൽ നമ്മുടെ പായസം തിളച്ചാൽ ആ പാൽ ഒഴിച്ചിട്ട് പിന്നെ അത് ഒട്ടും തിളയ്ക്കാൻ പറ്റത്തില്ല. ഇനി ജോലി ഉണ്ട്, തീർന്നിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഇനി ബാക്കി കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്യില് വറുക്കണം. വറുത്ത് പായസത്തിലോട്ട് ചേർക്കാം. ഇത് നമ്മുടെ അവസാനത്തെ ഗിമിക്ക് പണികളിൽപ്പെട്ടതാണ്. ആവശ്യത്തിന് നെയ്യ്. അങ്ങനെ ഓണം പായസം വരെയായി. ഓണം പായസത്തിലെത്തി. ചൂടായി കണ്ട. അതിലേക്ക് അത്ര ഇട്ടല്ലേ? എന്തായാലും റിച്ച് ഇരിക്കട്ടെ നീ. അതെ, കരുതലോണമല്ലേ? തീർച്ചയായും കരുതി തന്നെ ഇരിക്കട്ടെ. നമ്മൾ സ്നേഹത്തോടെ വിളമ്പാൻ ഉണ്ടാക്കുന്ന സാധനത്തിനകത്ത് പിശുക്ക് കാണിക്കണ്ട. പ്രത്യേകിച്ച് ഓണത്തിന് അല്ലേ? എന്നാലേ നമുക്ക് സമൃദ്ധിയുടെ പിന്നുള്ള കാലഘട്ടങ്ങളിൽ സമൃദ്ധി നേടാവത്തുള്ളൂ. അതല്ലെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കി കൊടുക്കുമ്പോൾ അതിനൊരു നിറവ് വേണം. തീർച്ചയായിട്ടും. കാരണമേ കാണാൻ വിറ്റും ഓണം ഉണ്ണെന്ന് പറയുന്നത് അങ്ങനെയാണോ ആൾക്കാർ ചെയ്യുന്നത്? എല്ലാം വിറ്റിട്ടാലും എല്ലാവരും ഇപ്പോൾ ഓണം ആഘോഷിക്കും. ഭയങ്കരമായിട്ട് ആൾക്കാർ എല്ലാവരും ഒരേപോലെ. എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മളുടെ ഇടയിൽ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ട്. ഒരു വീട്ടിൽ ചിലപ്പം ഒന്നും ഇല്ലെങ്കിലും നമ്മളത് അറിഞ്ഞു കൊടുക്കാനുള്ള നല്ല മനസ്സുകളുടെ ഇടയ്ക്കാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലേ? നമ്മൾ മാത്രമല്ല, ആ ഒരു സെൽഫിഷ്നെസ് ഒന്നും ഇല്ല ആർക്കും. എല്ലാവരും മറ്റവരൊക്കെ ഉണ്ടോ, മറ്റുള്ളവരെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടോ എന്നൊക്കെ തിരക്കുന്ന ആൾക്കാരും കൂടെ ഒക്കെയാണെന്ന്. ഏകദേശം ക്യാഷ് നമുക്ക് അതിലിടാനാണോ? അല്ലെ, നമ്മൾ ഇതിനകത്ത് കോരി വയ്ക്കാം അല്ലേ? ഇനി അടുത്തത് കിസ്മിസ്. ഇത് പെട്ടെന്നാവും. ഇത് ചിലവര് വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വെക്കുമല്ലോ. ഇത് വേണ്ട അല്ലേ? എല്ലാം കെമിക്കലല്ലേ, അതുകൊണ്ടായിരിക്കും. കഴുകുമ്പോൾ കുറച്ച് അതിൻ്റെ അഴുക്കോ കാര്യങ്ങളൊക്കെ പോകുന്നൊരു ധാരണയായിരിക്കും. പക്ഷെ അത് ആ നെയ്യിലോട്ട് ഇടുമ്പോൾ മൊത്തത്തോടെ പൊട്ടി വല്ലാതാവും. അത് ഡേഞ്ചറാണ്. കുറച്ച് നമ്മുടെ സേഫ്റ്റിയും കൂടെ നോക്കണ്ടേ. ഇനിയൊന്ന് തീ ഒന്ന് കുറച്ച് അത് തീ ഓഫ് ചെയ്തൊന്നും വേണ്ട. ഇനിയൊന്നും വേണ്ട, അതിനകത്ത് ആ ചൂട് മതി. പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ മൊത്തം. അങ്ങനെ പായസത്തിന്റെ അവസാന ഇതിനകത്ത് വേണമെങ്കിൽ തേങ്ങാക്കൊത്തും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ തേങ്ങാക്കൊത്തൊന്നും എടുത്തില്ല. എൻ്റെ കൊതിച്ച് ചേച്ചിനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇതൊന്ന് സെറ്റാക്കി വെച്ചിട്ട് വേണം ഇതിലൊന്ന് കൈ വെക്കാൻ. അതെ, അങ്ങനെ അടപ്പായസം റെഡി. കുറച്ച് നേരം ഇരുന്ന, ഒരു അരമണിക്കൂർ ഇരുന്നാൽ ഇത് നമ്മൾ സദ്യ ഇലയിൽ വിളമ്പാനുള്ള തിക്നെസ്സിലോട്ട് അങ്ങ് വരും. ഇപ്പൊ ഇച്ചിരി ലൂസ്, ചൗരിയും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല കട്ടിയുടെ കുറുകി വരും. ഒരല്പം തണുക്കാൻ വേണം. ഇപ്പൊ ചൂടോടിരിക്കുന്നോണ്ടാണിത്. ഇതിപ്പോ സദ്യപ്പരുവല്ല, നമുക്ക് ഗ്ലാസ്സിലൊഴിച്ച് ഇത്തിരി ഒന്നും കട്ടിയാവും. കാരണം പായസം ഒക്കെ നമുക്ക് ആ സമയത്തിന് ഇച്ചിരി പണി കിട്ടുന്നതാ. അതുകൊണ്ട് ഒന്ന് ആ ഒരു ലൂസിൽ വേണം അത് ചെയ്യാനായിട്ടല്ലേ. ഇതിപ്പോൾ സെറ്റായി വന്നപ്പോൾ സദ്യയിലൊഴിക്കാൻ കറക്റ്റ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ വിളമ്പാൻ എടുക്കുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള ചൂടും കാണും. എന്നാൽ സെറ്റായിട്ടിരിക്കുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു ആദ്യം അങ്ങ് പായസം വെച്ച് മാറ്റണം. തീർച്ചയായിട്ടും അല്ലേ? സദ്യയൊക്കെ ഉണ്ടാക്കി എന്നിട്ട് നമ്മൾ അഡീഷണൽ ആകെ വെച്ചേക്കണത് ഒന്നെങ്കിൽ ചൂടുവെള്ളം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ. ഇതിന് അടപ്പായസമാണ് തേങ്ങാപ്പാൽ എക്സ്ട്രാ നമ്മൾ വെച്ചിരുന്നാൽ മതി. അത് ജസ്റ്റ് ലൂസൻ ചെയ്യണമെങ്കിൽ മാത്രം ആവശ്യത്തിന്.
അതും ചില ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നതിനകത്ത് ഇപ്പം ഒരു വലിയ പാത്രം പായസം കുറച്ച് എടുത്തിട്ട് അതിലൊന്ന് മിക്സ് ചെയ്തിട്ട് മൊത്തത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും, പുളിയാവും, പിന്നെയും ഇരിക്കുമ്പോൾ ചീത്തയാവും. പിന്നുണ്ട് പായസത്തിനകത്ത് കിസ്മിസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് കൊണ്ട് ഫുള്ള് തീരുന്ന പായസമാണെങ്കിൽ നമ്മൾ കിസ്മിസ് ഇട്ടാ ഓക്കെ. നമ്മൾ വെച്ചിരുന്ന് ഉപയോഗിക്കാൻ നാളെയും കൂടെ നമുക്ക് എടുക്കണേ കിസ്മിസ് ഒഴിവാക്കിയാൽ പായസം ചീത്തയാകത്തില്ല, പുളിക്കത്തേ ഇല്ല. കരുതൽ ടിപ്സ് ടേസ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും. ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുന്ന ഇന്നൊരു ടിപ്സ് പറഞ്ഞില്ല, നേരത്തെ ഇങ്ങനെ കുറച്ച് ശർക്കരയുടെ ഒക്കെ കാര്യം. അപ്പോഴ് ഇന്നത്തെ ടിപ്സ്, കരുതലിന്റെ ടിപ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലല്ലേ? നമ്മുടെ അടപ്പായസമൊക്കെ നമുക്ക് വെച്ചിരുന്ന് എടുക്കാനാണെങ്കിൽ അതിനകത്ത് കിസ്മിസ് ചേർക്കണ്ട, അതിന് പകരം തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്താൽ വെച്ചാൽ അത് ഇന്നുകൊണ്ട് തീരുന്ന സാധനമാണെങ്കിൽ അതൊക്കെ ടേസ്റ്റിന് നമുക്ക് ആഡ് ചെയ്യാം. പക്ഷെ മറ്റേത് ഇരുന്നൊക്കെ വെച്ചാൽ തേങ്ങാപ്പാലും കിസ്മിസ് പുളിയാ, അത് പുളിക്കും. രണ്ടാമത് നമ്മൾ ചൂടാക്കുമ്പോഴത്തേക്ക് നമ്മൾക്ക് ആ ടേസ്റ്റ് കിട്ടില്ല. ഓക്കെ, ഇപ്പോഴും നല്ല ഒരു പായസമാണ്. എൻ്റെ കൺട്രോള് പോയി ഞാനിവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് ഇത്രയൊന്നും ക്ഷമയില്ല ഈ അടപ്പായസത്തിന്. പക്ഷെ ചൂടാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി എന്തായാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ. ആശക്കുട്ടി കുറച്ച് ഒഴിക്കൂ. ആശക്കുട്ടി ഇനി എൻ്റെ കൺട്രോള് പോന്നു. ഇത്തിരി പായസം ഇത്തിരി തരുത്തുള്ളൂ കേട്ടോ, രണ്ടാമത് ചോദിച്ചാൽ തരത്തില്ല. ഇത് എനിക്കൊന്ന് ഷൂട്ട് കഴിഞ്ഞിട്ട് വേണം സമാധാനമായിട്ടൊന്ന് കുടിക്കാനായിട്ട്. ഇത് ഒരു സ്പൂണല്ലേ നിങ്ങൾ തരത്തോളൂ. അപ്പോഴ് കരുതലോണവും സദ്യക്കൂട്ടത്തിലെ ഓണത്തിൻ്റെ പ്രധാന വിഭവങ്ങളിലൊന്നായ അടപ്പായസം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് വയറ് നിറച്ച് ഞാൻ പിന്നെ കഴിക്കുന്നതാണ്. ഇപ്പോൾ ഒരു സ്പൂൺ ചൂടാവി വറക്കുന്നു. എനിക്കിത് പൊതുവേ ഇഷ്ടമാണ്. സൂപ്പർ. ഇപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ 2 സ്പൂൺ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതൊരു തുടർക്കഥയാണ്, തുടരും. ഇനിയും കഥ തുടരും. അപ്പോൾ നാളെ കുഞ്ഞെ താങ്ക് യു വെരി മച്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന്. അപ്പോൾ തിരക്കുള്ള ഒരു ബിസിനസ് വുമൺ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ മറ്റൊരു വിഭവമായി കാണുന്നത് വരെ നന്ദി.